ദുരിതപ്പെയ്ത്തിന്റെ ബാക്കി. അതിതീവ്ര മഴയും ഉരുൾപൊട്ടലും വിതച്ച കനത്ത ദുരന്തത്തിൽ മധ്യകേരളം. രക്ഷാപ്രവർത്തനത്തിന് കരവ്യോമസേന രംഗത്തിറങ്ങി. ഒഴുക്കിൽപ്പെട്ടും ഉരുൾപൊട്ടിയും മരണം 23. ഇടുക്കി കൊക്കയാറിൽ കാണാതായ 6 പേരുടെയും മൃതദേഹം ലഭിച്ചു. ഒരാൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു. കോട്ടയം കുട്ടിക്കലിൽ ഉരുൾപൊട്ടി മരിച്ച 10 പേരുടെയും മൃതദേഹം ലഭിച്ചു. ഇവിടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. ഉരുൾപൊട്ടൽ മഹാദുരിതം വിതച്ച കോട്ടയം കൂട്ടിക്കൽ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ കാണാതായ 10 പേരുടെയും മൃതദേഹം ലഭിച്ചു. കാബാലിയിൽ നിന്ന് ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. മാർട്ടിൻ, മകൾ 4-ാം ക്ലാസ്സുകാരി സാന്ദ്ര എന്നിവരുടെ മൃതദേഹമാണ് ഒടുവിൽ കിട്ടിയത്. കരവ്യോമസേനകളുടെയും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. കോട്ടയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചുവെന്ന് തന്നെ പറയാം. ഇപ്പോൾ നടക്കുന്നത് മറ്റ് സഹായ പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് വീട് നഷ്ടപ്പെട്ടവരുണ്ട്, അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സഹായം എത്തിക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയോടെയാണ് കൊക്കയാറിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. 4 കുട്ടികളുടെ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 5 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. ഒഴുക്കിൽപ്പെട്ട ഷാജി ചിറയൽ എന്നയാളുടെ മൃതദേഹം മുണ്ടക്കയം മണിമലയാറിൽ നിന്നാണ് കണ്ടെത്തിയത്. രാവിലെ 7:30 മുതൽ ആരംഭിച്ച തെരച്ചിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലൂടെ എത്തുമ്പോൾ അത്യന്തം സങ്കടകരമായ വേദനാജനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കൊക്കയാറിൽ നിന്നും നൽകാൻ കഴിയുന്നത്. ഏതാണ്ട് മണിക്കൂറുകളുടെ ഇടവേളകൾക്കിടയിൽ 5 മൃതശരീരങ്ങളാണ് ഈ സിയാദിന്റെ കുടുംബം ഉണ്ടായിരുന്ന ആ വീടിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ അപകട സ്ഥലങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ പേരെ കണ്ടെത്താനില്ലെന്ന നിഗമനത്തെ തുടർന്ന് പ്ലാപ്പിള്ളിയിലെയും കാവാലിയിലെയും രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രാജമ്മ, കൂട്ടിക്കൽ ഏന്തയാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഓട്ടോ ഡ്രൈവർ ഷാലറ്റ്, സിസിലി എന്നിവരുടെ മൃതദേഹം ലഭിച്ചു. തൊടുപുഴ മൂലമറ്റത്ത് കാർ മറിഞ്ഞു മരിച്ച 2 പേരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വടകര കുന്നുമ്മക്കരയിൽ 2 വയസ്സുകാരൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. കണ്ണൂക്കരയിലെ പട്ടാണി മീത്തൽ ഷാംജസിന്റെ മകൻ മുഹമ്മദ് റൈഹാനാണ് മരിച്ചത്. കൊക്കയാറിൽ നിന്നും MS സരീഷ് കുമാറിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയം കൂട്ടിക്കലിൽ കനത്ത മഴ തുടരുകയാണ്. മൃതദേഹങ്ങളെല്ലാം കണ്ടെടുത്ത സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൂട്ടിക്കലിൽ നിന്ന് G ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. എന്തായാലും കൂട്ടിക്കൽ വീണ്ടും ശക്തമായ മഴ തന്നെ തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്നലെ വലിയ ദുരന്തം വിതച്ച സ്ഥലം തന്നെയാണ് ഈ മേഖലയെല്ലാം. കൂട്ടിക്കൽ ചപ്പാത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും ഈ മഴയത്തും ഇവിടെ മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ഈ റോഡും മറ്റും വീണ്ടും നന്നാക്കാനുള്ള ശ്രമങ്ങളും മറ്റും നടന്നിരുന്നു. ഇതിപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, കൊക്കയാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് റോഡ് ശരിയാക്കിയ ശേഷം അവിടെ നിന്ന് വാഹനങ്ങൾ കൂട്ടിക്കൽ ചപ്പാത്ത് പാലം വഴി പുറത്തേക്ക് പോകുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മഴ നിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പോഴും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിവിധ സന്നദ്ധ സംഘടനകളും ഒപ്പം തന്നെ ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് നടത്തി വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി തിരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഒരു കേന്ദ്രങ്ങളിലും നടക്കുന്നില്ല. മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം പോസ്റ്റ്മോർട്ടത്തിനായി എത്തിക്കുകയും പല മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പലതിൻ്റെയും സംസ്കാരം നാളെയൊക്കെ ആയിട്ടേ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഇവിടെ ഇപ്പോഴും ഈ ആശ്വാസ പ്രവർത്തനങ്ങൾ എന്ന നിലയിലുള്ള ക്രമീകരണങ്ങൾ സന്നദ്ധ സംഘടനകളും ഒപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് നിർവഹിക്കുകയാണ്. മഴ തുടരുകയും ചെയ്യുന്നു. G ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സങ്കടം കുത്തിയൊഴുകുകയാണ് കൊക്കയാർ പൂവഞ്ചിയിൽ. കാഞ്ഞിരപ്പള്ളി സ്വദേശി
ചെരുപ്പുറത്ത് വീട്ടിൽ സിയാദിന്റെ ഭാര്യയെയും മക്കളുൾപ്പെടെ 4 കുഞ്ഞുങ്ങളെയുമാണ് ദുരന്തം കവർന്നത്. അപകടത്തിന് തൊട്ടു മുൻപ് അപകടത്തിൽപ്പെട്ട 9 വയസ്സുകാരി അഫ്സാന മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളും പുറത്തുവന്നു. ദുരന്തമൊഴുകിയ ആ മണിക്കൂറിന് ശേഷം സങ്കടപ്പെയ്ത്ത് മാത്രമായിരുന്നു കൊക്കയാറിൽ. രാവിലെ തുടങ്ങിയ തെരച്ചിൽ ഉച്ചയ്ക്ക് 2 മണിയോടെ 3 കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. മണ്ണിനടിയിൽ 8 വയസ്സുകാരി അഫ്സാന, 7 വയസ്സുകാരി അമ്നിയെയും 4 വയസ്സുള്ള അഹിയാനെയും ചേർത്ത് പിടിച്ചുള്ള നിലയിലായിരുന്നു. ആദ്യം എടുത്ത 3 കുട്ടികളും ഒരേ സ്ഥലത്ത് തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു. കൈകൾ കോർത്ത് പോലെ തന്നെ എടുക്കുക, അങ്ങനെയാണ് നമ്മൾ എടുത്തത്. രണ്ടാമത്തെ എടുത്ത 2 ബോഡികൾ ഉമ്മയും ഒരു മോളും കൂടെയാണ്. അവർ രണ്ടുപേരും തൊട്ടടുത്ത് തന്നെ ഒരു മീറ്ററിനുള്ളിൽ തന്നെ മാറിക്കിടക്കുക. 2 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ആ കുടുംബത്തിലെ മറ്റു 2 പേരുടെയും മൃതദേഹം കണ്ടെത്തി. ഫൗസിയ മകൻ അമീനെ മാറോടണച്ച നിലയിൽ. സിയാദിന് നഷ്ടമായത് ഭാര്യ ഫൗസിയയും 2 മക്കളെയും സഹോദരിയുടെ 2 കുട്ടികളെയും. എൻ്റെ വൈഫ് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഒന്നൊരു വിളി കേട്ടു, പിന്നെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തപ്പി ഒന്ന് ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. സഹിക്കാൻ പറ്റുന്നില്ല. അത്ര ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാര്യയും 2 മക്കളെയും സഹോദരിയുടെ കുട്ടികളെയും ബന്ധുവീട്ടിൽ വിട്ട് മിനിഞ്ഞാന്ന് തിരിച്ചുപോയതാണ് സിയാദ്. എന്നുള്ള ഒരു ഭയമായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുകയാണ് ഇത് പൊട്ടി ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും. ആദ്യമേ ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ കല്ലൊക്കെ പെറുക്കി ഇടുന്ന പോലായിരുന്നു ശബ്ദം കേട്ടത്. അപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും മഴവെള്ളം ചാടി വരുന്ന പോലെ ഇങ്ങനെ ഒലിച്ചു വരുമായിരുന്നു. ആ വീടും ഈ വീടൊക്കെ ഇടിഞ്ഞു പോവുമായിരുന്നു. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ ഒരു ചേട്ടനും ഒരു ചെറുക്കനും ഉണ്ടായിരുന്നു. അവർ ഈ ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പം അവർ താഴോട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അത് ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ പിന്നെ ഞങ്ങളുടെ ജീവൻ ആപത്തിലില്ല. എന്നിട്ട് ഞങ്ങൾ കയറിപ്പോയി. പിന്നെ അവരെ ഞങ്ങൾ കണ്ടില്ല, മണ്ണിൻ്റെ അടിയിലായിരിക്കും. ഞങ്ങൾ കാറിൽ പോയി വിളിക്കുമ്പോഴത്തേനും അവിടുത്തെ വീടെല്ലാം തകർന്നു പോയായിരുന്നു. 2 കുട്ടികളെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും അവർ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലായിരുന്നു അവരെ ഇരുത്തിയിട്ട് പോകുന്നത്. അവർക്ക് ഞങ്ങളെ വലിയ കാര്യമായിരുന്നു. പാവം പിള്ളേരായിരുന്നു അവർ. എപ്പോഴും ഞങ്ങളുടെ അടുത്തോട്ട് വരുമായിരുന്നു അവർ. അപകടത്തിൽപ്പെട്ട അഫ്സാന മൊബൈൽ പകർത്തിയ ഒരു ദൃശ്യമുണ്ട്. മുകളിൽ നിന്നും മലവെള്ളം കുത്തിയൊഴുകി വീട്ടുമുറ്റത്തേക്ക് വരുന്നത്. അഫ്സാനയുടെ അനുജത്തിയും ബന്ധുവായ കുട്ടിയും ദൃശ്യങ്ങളിലുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ കുട്ടികൾ നിൽക്കുന്ന വീടും കുട്ടികളും വീട്ടിലുണ്ടായിരുന്നവരും എല്ലാം അപകടത്തിൽപ്പെട്ടു. അവസാന നിമിഷം അഫ്സാന പകർത്തിയ ഈ ദൃശ്യം ബന്ധുവിന് അയച്ചു കൊടുക്കുകയായിരുന്നു. കൊക്കയാറിൽ നിന്നും ക്യാമറമാൻ നിതിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. ജീവിതങ്ങൾ ദാരുണമായി അവസാനിക്കുന്ന കാഴ്ചയാണ് ഓരോ ദുരന്തഭൂമിയിലും. കൂട്ടിക്കൽ കാവാലിയിൽ 3 പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് പൂർണ്ണമായും ഇല്ലാതായത്. നിരവധി വളർത്തുമൃഗങ്ങളും ഈ വീട്ടിലെ അന്തേവാസികളായിരുന്നു. ഒരു കരച്ചിൽ മാത്രമാണ് കേട്ടത്. ഒപ്പമുള്ളവർ നേരത്തെ രക്ഷപ്പെട്ടപ്പോൾ ജീവനില്ലെന്ന് കരുതി ഉപേക്ഷിക്കപ്പെട്ടവൾ. ജീവന് വേണ്ടി വീണ്ടും കരഞ്ഞതോടെ സന്നദ്ധ പ്രവർത്തകർ കേട്ടു. കൂടുതൽ ആളുകളുണ്ടായിരുന്നു അവിടെ. അതിലൊരു കുഞ്ഞ് അവിടെ ഇപ്പോൾ കരച്ചിൽ കേട്ടിട്ട് കയറി നോക്കിയത്. അങ്ങനെ എടുത്തത് അവർ നെറ്റിൻ്റെ അടിയിൽ പുറത്തേക്ക് പോരാൻ പറ്റാത്ത കുടുങ്ങി കിടക്കുകയാണ്. അത് നെറ്റ് പൊക്കിയിട്ട് എടുത്തത്. നേരത്തെ രക്ഷപ്പെട്ടെത്തിയ അമ്മയുടെ അടുത്തേക്കാണ് ഇനി യാത്ര. ക്യാമറ വീണ്ടും 4ാം ക്ലാസ്സുകാരി സാന്ദ്രയെയും മൂത്ത ചേച്ചി സ്നേഹയെയും അച്ഛൻ മാർട്ടിനെയും തിരഞ്ഞു. ആദ്യം ചേച്ചി വന്നു, പിന്നാലെ താഴ്വാരത്തെ വള്ളിപ്പടർപ്പിൽ നിന്ന് മാർട്ടിൻ, ഒടുവിൽ അതുവരെ രക്ഷാപ്രവർത്തകരിൽ നിന്നും മറഞ്ഞിരുന്ന ഇളയ മകൾ സാന്ദ്ര.
തിരച്ചിൽ പൂർത്തിയായപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നയാളെ ക്യാമറ വീണ്ടും തേടി. അമ്മയെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു അതുവരെ കാത്തിരുന്നത്. പ്രിയപ്പെട്ടവർക്കൊപ്പം ആ ജീവനും. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കൂട്ടിക്കൽ. മുണ്ടക്കയത്ത് വീട് പുഴയിലേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലംപറമ്പിൽ ജെബിയുടെ വീടാണ് നിലംപൊത്തിയത്. വെള്ളമിറങ്ങിയ ശേഷമുള്ള മുണ്ടക്കയത്തെ ദൃശ്യങ്ങൾ ആരെയും നൊമ്പരപ്പെടുത്തുന്നതാണ്. ഇടുക്കിയിലെ രക്ഷാപ്രവർത്തനത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന വിമർശനവുമായി പ്രതിപക്ഷം. രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്താൻ വൈകിയെന്നും ഇതാണ് അപകടത്തിന്റെ ആഴം കൂട്ടിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. ഇത്രയും പേരെ നഷ്ടപ്പെട്ടൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ മലയിടിച്ചിലുകൾ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട. പകലാരും ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാവരും ഇവിടെ പോയി എന്നുള്ളതാണ് ആർക്കും മനസ്സിലാകാത്തത്. ഈ അധികാരികളെയും പോലീസിനെല്ലാം എല്ലാവരും കൈമലത്തുകയായിരുന്നു. ഒരു കൃത്യമായ നിർദ്ദേശമോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം റവന്യൂ മന്ത്രി കെ രാജനാണ് ഇക്കാര്യം അറിയിച്ചത്. മന്ത്രിമാരായ വി എൻ വാസവനും റോഷി അഗസ്റ്റിനും റവന്യൂ മന്ത്രിക്കൊപ്പം ദുരന്ത സ്ഥലം സന്ദർശിച്ചു. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് അവലോകന യോഗം ചേർന്നു. മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നൽകുന്നത്. അതിനുവേണ്ടി STRFന്റെ എക്സ്ഗ്രേഷ്യ പണം ഇവിടെ എത്തിക്കാനുള്ള, അതാത് ജില്ലകളിൽ എത്തിക്കാനുള്ള സംവിധാനവും ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അടിയന്തരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഒരു കണക്കെടുക്കുകയും അതിൻ്റെ നഷ്ടപരിഹാരവും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും റീഹാബിറ്റേഷനും ഒക്കെയാണ്. അത് വളരെ ചിട്ടയോടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഇപ്പോൾ 4 ലക്ഷം രൂപ വെച്ച് മരിച്ച വീടുകൾക്ക് ധനസഹായം എത്തിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാ സഹായവും ചെയ്യുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ചികിത്സാ സഹായങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെൻറ്. അവിടെ ഒരു ഉദ്യോഗസ്ഥനെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത് നിർത്തിയിട്ടുമുണ്ട്. അവിടെ പൂർണ്ണമായി അവരുടെ കാര്യം ശ്രദ്ധിക്കാം. ഇതുകൂടാതെ ബോഡികളിപ്പോൾ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ 4 എണ്ണം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ബാക്കിയുള്ള 9 എണ്ണം മെഡിക്കൽ കോളേജ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഞായറാഴ്ചയായിട്ടും അവധിയായിരുന്ന ഡോക്ടർമാരെയൊക്കെ വിളിച്ചു വരുത്തി അതിനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അതിനകത്ത് നല്ല രൂപത്തിൽ ഉയർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. മഴയുടെയും ഉരുൾപൊട്ടലിന്റെയും പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകട സാധ്യതാ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണം. സംസ്ഥാനത്താകെ 105 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വിവിധ ജില്ലകളിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിച്ചു. ആവശ്യമായ കേന്ദ്ര സഹായം പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തതായി മുഖ്യമന്ത്രി. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം ദുർബലമായി. അതേസമയം ഇന്നും ശക്തമായ മഴ തുടരുമെന്നും തുടർന്ന് മഴയുടെ ശക്തി കുറയാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ സജീവമാകുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച മുതൽ 4 ദിവസം വരെ വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വ്യാപക നാശനഷ്ടം. മണിമലയാർ കരകവിഞ്ഞതോടെ മല്ലപ്പള്ളി ടൗണിലും വീടുകളിലും വെള്ളം കയറി. ആനിക്കാട്, കല്ലുപ്പാറ, കോട്ടാങ്കൽ
തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. നിരണം, കടപ്ര, പന്തളം തുടങ്ങിയ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. ജില്ലയിൽ 36 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മല്ലപ്പള്ളി ടൗണും സമീപ പ്രദേശങ്ങളും പൂർണ്ണമായി വെള്ളത്തിനടിയിലായി. ആനക്കാട്, കോട്ടാങ്കൽ, കല്ലുപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറി. ഒറ്റപ്പെട്ട മേഖലകളിൽ താമസിക്കുന്നവരെയും കുടുങ്ങിയവരെയും NDRF സംഘങ്ങളും നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തി ക്യാമ്പുകളിലെത്തിച്ചു. ഗതാഗതവും വൈദ്യുതിയും പല പ്രദേശത്തും തടസ്സപ്പെട്ടു. പല ആളുകളും വീടുകളിൽ നിന്ന് വരാൻ മടിക്കുന്നതും ബോട്ടുകൾ എല്ലാ സ്ഥലത്തും എത്താൻ കഴിയാത്തതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. രക്ഷാപ്രവർത്തനത്തിനായി കൊല്ലത്ത് നിന്നും 7 മത്സ്യബന്ധന ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളും ജില്ലയിലെത്തി. ഇവരെ മല്ലപ്പള്ളി, പന്തളം, റാന്നി, ആറന്മുള എന്നിവിടങ്ങളിലായി വിന്യസിച്ചു. അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി പ്രത്യേക കൺട്രോൾ റൂമുകളും ദുരിതാശ്വാസ ക്യാമ്പുകളും മല്ലപ്പള്ളിയിൽ തുറന്നു. NDRFും ഫയർഫോഴ്സും ഇന്നലെ രാത്രി റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തി. കൊല്ലത്തു നിന്നുള്ള 7 മത്സ്യബന്ധന ബോട്ടുകൾ ഇന്നലെ രാത്രി തന്നെ ജില്ലയിലെത്തിയിരുന്നു. അവരും ആ സമയം മുതൽ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാണ്. പന്തളത്ത്, അതുപോലെ തന്നെ റാന്നി, ആറന്മുള, മല്ലപ്പള്ളി തുടങ്ങി വിവിധ പ്രദേശങ്ങളിലായിട്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ട് എത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ. പ്രത്യേകിച്ച് ട്രെയിൻഡായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ് എത്തിയിട്ടുള്ളത്. മഴ ശക്തമായ സാഹചര്യത്തിൽ ശബരിമല തീർത്ഥാടനത്തിനും 2 ദിവസത്തെ നിയന്ത്രണം ഏർപ്പെടുത്തി. നേരത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർക്ക് ദേവസ്വം ബോർഡ് നിലയ്ക്കലിൽ സൗകര്യം ഏർപ്പെടുത്തി. നേരത്തെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കക്കി ആനത്തോട് ഡാം നിലവിലെ സാഹചര്യത്തിൽ തുറക്കേണ്ടെന്നാണ് തീരുമാനം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ പത്തനംതിട്ട കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേർന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ഉരുൾപൊട്ടലിൽ അപകടത്തിലായ ഉത്തരേന്ത്യൻ കുടുംബത്തിന് രക്ഷകരായി KSRTC ജീവനക്കാർ. മാതാപിതാക്കളും 6 വയസ്സുള്ള മകനും അടങ്ങുന്ന കുടുംബത്തെയാണ് എരുമേലി ഡിപ്പോയിലെ കണ്ടക്ടർ ജെയ്സൺ ജോസഫ്, ഡ്രൈവർ KT തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷിച്ചത്. പുല്ലുപാറ ഉരുൾപൊട്ടലിൽ അകപ്പെട്ട കുടുംബത്തെയാണ് KSRTC ജീവനക്കാരുടെ നേതൃത്വത്തിൽ രക്ഷിച്ചത്. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. പാഞ്ചാലിമേട്ടിൽ നിന്ന് എരുമേലിക്ക് മടങ്ങുകയായിരുന്ന ബസ് ഉരുൾപൊട്ടിയ സ്ഥലത്ത് കുടുങ്ങി. കാറുകൾ ഉൾപ്പെടെ മറ്റു ചില വാഹനങ്ങളും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ പാറക്കല്ലുകൾ ഇതിലൊരു കാറിന് മുകളിൽ വീണു. കുട്ടിയെ കൊണ്ടൊരു ആള് ഒഴുകി വരുന്നു, കൊച്ചിനെ കൊണ്ട് ഒഴുകി വരുന്നു. ഞാൻ പെട്ടെന്ന് ഫോൺ പോക്കറ്റിൽ ചാടി ഇറങ്ങി. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയറിനടുത്ത് ഇങ്ങനെ പിടിച്ച് കിടക്കുക, ഒഴുകി പോന്നു പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കൊച്ചിനെ എടുത്ത് ഇയാളെ വലിച്ചു പിടിച്ച് അപ്പൊ മുട്ടപ്പം വെള്ളവും കല്ലും വെള്ളവും കൂടെ ഒഴുകി വന്നോണ്ടിരിക്കുക ഓറോയിൽ കൂടെ. അപ്പൊ അയാളെ വിളിച്ച് നമ്മൾ പെട്ടെന്ന് വലിച്ച് നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റി കിട്ടി. ചികിത്സ തേടിയ ഉത്തരേന്ത്യൻ സ്വദേശികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് വീണ്ടും മഴ ശക്തമായതോടെ അട്ടപ്പാടിയിൽ 2 വീടുകൾ തകർന്നു. ഷോളയൂർ പഞ്ചായത്തിൽ തെക്കേ കടമ്പാറ സ്വദേശി പഴനിസ്വാമിയുടെ വീട് പൂർണ്ണമായും, ചുണ്ടക്കുളം സ്വദേശി ചെല്ലി രംഗസ്വാമിയുടെ വീട് ഭാഗികമായും തകർന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലമ്പുഴ ഡാമിൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ശിരുവാണി ഡാമിൽ ഷട്ടർ 50 സെന്റിമീറ്റർ ഉയർത്തിയതോടെ അട്ടപ്പാടി ശിരുവാണി പുഴയിൽ നീരൊഴുക്ക് ശക്തമായി. ഭാരതപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ കഴിയുന്നവരോട് ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. നെടുമങ്ങാട്, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ നിരവധി വീടുകൾ തകർന്നു. നെയ്യാർ കര കവിഞ്ഞതിനെ തുടർന്ന് അമരവിള, രാമേശ്വരം അടക്കമുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറി. നെടുമങ്ങാട് വീട് തകർന്ന ഒരാൾക്ക് പരിക്കേറ്റു. അതേസമയം ഇന്നലെ ആമയിഴഞ്ചാൽ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട തൊഴിലാളിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് നാളെ നടക്കാനിരുന്ന +1 പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ നാളെ നടക്കാനിരിക്കുന്ന പരീക്ഷകൾ മാറ്റിവെക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. കോളേജുകൾ തുറക്കുന്ന ദിവസവും മാറ്റിവെച്ചിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ഭക്തർക്ക് 2 ദിവസത്തെ നിയന്ത്രണം ഏർപ്പെടുത്തി. നിലവിൽ സന്നിധാനത്തെത്തിയവർക്ക് ദർശനം അനുവദിക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. നിലയ്ക്കലിൽ നിന്ന് ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിടില്ല. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർക്ക് ഇടത്താവളങ്ങളിൽ ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തു. മാവേലിക്കര കളിക്കൽ മഠം N. പരമേശ്വരൻ നമ്പൂതിരിയാണ് ശബരിമല മേൽശാന്തി. കുറവക്കോട് ഇല്ലത്തെ ശംഭു നമ്പൂതിരിയെ മാളികപ്പുറം മേൽശാന്തിയായും തെരഞ്ഞെടുത്തു.
സംസ്ഥാനത്ത് ഇന്ന് 7,555 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 74 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 73,157 സാമ്പിളുകൾ പരിശോധിച്ചു. TPR നിരക്ക് 10.3 ആണ്. WIPR 10 മുകളിലുള്ള 158 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 211 വാർഡുകളാണുള്ളത്. ചികിത്സയിലിരുന്ന 10,773 പേർക്ക് രോഗം ഭേദമായി. വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 93.8% പേർക്ക് 1 ഡോസ് വാക്സിനും 45.5% പേർക്ക് 2 ഡോസ് വാക്സിനും നൽകി. INLലേക്ക് കാരാട്ട് റസാഖിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. കൊടുവള്ളിയിൽ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് റസാഖിനെ കണ്ടത്. എന്നാൽ രാഷ്ട്രീയ ചർച്ച നടന്നിട്ടില്ല. INLലേക്ക് ആർക്കും വരാമെന്നും INL നിലവിൽ പ്രശ്നമില്ലെന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 5.5 കോടി രൂപയുടെ കൊക്കൈൻ പിടികൂടി. ദോഹയിൽ നിന്നെത്തിയ നൈജീരിയൻ സ്വദേശികളിൽ നിന്നാണ് കൊക്കൈൻ പിടികൂടിയത്. 530 ഗ്രാം കൊക്കൈനാണ് ഉണ്ടായിരുന്നത്. ലഹരിമരുന്ന് വാങ്ങാനെത്തിയ നൈജീരിയൻ യുവതിയെയും DRI അറസ്റ്റ് ചെയ്തു. രണ്ടുപേരെയും 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ എന്ന പേരിൽ പുതിയ വ്യാപാര സംഘടന കൂടി നിലവിൽ വന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ വിമത വിഭാഗമാണ് പുതിയ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത്. പാലക്കാട് നടന്ന ചടങ്ങിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി രക്ഷാധികാരി ജോബി വി ചുങ്കത്ത് സംഘടനയുടെ പ്രഖ്യാപനം നടത്തി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് സംഘടനാ പ്രഖ്യാപനം നടന്നത്. 1,00,000 അംഗങ്ങൾ സംഘടനയിൽ ഉണ്ടെന്ന് നേതൃത്വം അവകാശപ്പെട്ടു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി ജോബി വി ചുങ്കത്തിനെയും ജനറൽ സെക്രട്ടറിയായി CH ആലിക്കുട്ടി ഹാജിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് Malayalam.news18.com.